ഇന്നത്തെ വീഡിയോ മൊബൈൽ ഫോൺ ചരിത്രത്തിലെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ്. 90കളിൽ ജനിച്ചവർക്കും 2000ങ്ങളുടെ തുടക്കത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചവർക്കും ഈ പേര് സുപരിചിതമാണ്. സോണി എറിക്സൺ എന്നായിരുന്നു ആ പേര്. പച്ചയും വെള്ളയും കലർന്ന ആ ലോഗോ ഓർമ്മയുണ്ടോ? നമ്മുടെ കൈകളിൽ പാട്ട് കേൾക്കാൻ വാക്മാൻ ഫോണുകളും ഫോട്ടോ എടുക്കാൻ സൈബർ ഷോട്ട് ഫോണുകളും തന്ന ആ കമ്പനി എവിടെയാണ് അവർക്ക് പിഴച്ചത്? എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായത്? അതൊരു വലിയ കഥയാണ്. രണ്ട് വലിയ കമ്പനികൾ ഒന്നിച്ചപ്പോൾ ഉണ്ടായ വിജയത്തിന്റെയും പിന്നീട് സംഭവിച്ച പരാജയത്തിന്റെയും കഥ. നമുക്ക് ആ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഈ കഥ തുടങ്ങുന്നത് സ്വീഡൻ എന്ന രാജ്യത്ത് നിന്നാണ്. അവിടെ എറിക്സൺ എന്നൊരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. ടെലികോം രംഗത്തെ രാജാക്കന്മാരായിരുന്നു അവർ. ഫോൺ നെറ്റ്വർക്കുകളും സാങ്കേതിക വിദ്യയും നിർമ്മിക്കുന്നതിൽ അവർ മിടുക്കരായിരുന്നു. 90കളിൽ മൊബൈൽ ഫോൺ വിപണിയിൽ എറിക്സൺ വലിയ ശക്തിയായിരുന്നു. നോക്കിയയും മോട്ടറോളയും മാത്രമായിരുന്നു അവർക്ക് എതിരാളികൾ. എറിക്സൺ നിർമ്മിച്ച ഫോണുകൾക്ക് നല്ല ഗുണനിലവാരമുണ്ടായിരുന്നു. പക്ഷേ അവ കാണാൻ അത്ര ഭംഗിയുള്ളവ ആയിരുന്നില്ല. സാങ്കേതികമായി മികച്ചായിരുന്നുവെങ്കിലും സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രൂപഭംഗി അതിനില്ലായിരുന്നു. ഇതേ സമയത്ത് ജപ്പാനിൽ സോണി എന്ന മറ്റൊരു ഭീമൻ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ് ലോകത്തെ രാജാവ്. TV, മ്യൂസിക് പ്ലെയർ, ക്യാമറ എന്നിവയിലെല്ലാം സോണി ഒന്നാമതായിരുന്നു. സോണിക്ക് മൊബൈൽ ഫോൺ വിപണിയിൽ താല്പര്യമുണ്ടായിരുന്നു. അവർ സ്വന്തമായി ചില ഫോണുകൾ ഇറക്കി. പക്ഷേ അതൊന്നും വലിയ വിജയമായില്ല. അവർക്ക് ഫോൺ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കുറവായിരുന്നു. എന്നാൽ ആളുകൾക്ക് എന്തു വേണമെന്ന് സോണിക്ക് അറിയാമായിരുന്നു. മനോഹരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ഒരു വലിയ സംഭവം നടന്നു. എറിക്സൺ കമ്പനിക്ക് ഫോൺ നിർമ്മിക്കാനുള്ള ചിപ്പുകൾ നൽകിയിരുന്നത് ഫിലിപ്സ് എന്ന കമ്പനിയാണ്. അവരുടെ ഫാക്ടറിയിൽ വലിയ തീപിടുത്തമുണ്ടായി. ഇത് എറിക്സണെ വലിയ പ്രതിസന്ധിയിലാക്കി. അവർക്ക് ഫോൺ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ കിട്ടാതായി. നോക്കിയ വേറെ വഴികൾ കണ്ടെത്തി രക്ഷപ്പെട്ടു. പക്ഷേ എറിക്സൺ പെട്ടുപോയി. അവർക്ക് വിപണിയിൽ ഫോണുകൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. വലിയ നഷ്ടം സംഭവിച്ചു. മൊബൈൽ ഫോൺ നിർമ്മാണം തന്നെ നിർത്തിയാലോ എന്ന് എറിക്സൺ ചിന്തിച്ചു. ഈ സമയത്താണ് സോണിയും എറിക്സണും തമ്മിൽ സംസാരിക്കുന്നത്. എറിക്സണ് സാങ്കേതിക വിദ്യയുണ്ട്. സോണിക്ക് ഉൽപ്പന്നങ്ങൾ മനോഹരമാക്കാൻ അറിയാം. എങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ചുകൂടാ എന്ന ചിന്ത വന്നു. അങ്ങനെ 2001 ഒക്ടോബർ 1 സോണി എറിക്സൺ എന്ന പുതിയ കമ്പനി ജനിച്ചു. ലണ്ടനായിരുന്നു അവരുടെ ആസ്ഥാനം. ഇതൊരു വലിയ കൂട്ടുകെട്ടായിരുന്നു. തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ലയനം ബുദ്ധിമുട്ടായിരുന്നു. സ്വീഡിഷ് രീതികളും ജാപ്പനീസ് രീതികളും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 വർഷം അവർക്ക് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിപണിയിൽ നോക്കിയ എന്ന ഭീമൻ അപ്പോഴും ശക്തനായിരുന്നു. ആളുകൾ സോണി എറിക്സൺ ഫോണുകൾ സ്വീകരിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. എന്നാൽ 2002 അവർ T68i എന്ന ഫോൺ ഇറക്കി. ഇതൊരു വലിയ മാറ്റമായിരുന്നു. കളർ സ്ക്രീനുള്ള ആദ്യത്തെ പ്രധാന ഫോണുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതിനൊപ്പം പുറമേ നിന്ന് ഘടിപ്പിക്കാവുന്ന ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. ആളുകൾക്കത് അത്ഭുതമായിരുന്നു. മൊബൈൽ ഫോണിലൂടെ ഫോട്ടോ എടുക്കാം എന്നത് അന്ന് പുതിയ അറിവായിരുന്നു. ഈ ഫോൺ വലിയ വിജയമായി. സോണി എറിക്സൺ എന്ന പേര് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2005 മുതൽ 2007 വരെയുള്ള കാലം സോണി എറിക്സന്റെ സുവർണ കാലമായിരുന്നു. അവർ തങ്ങളുടെ കയ്യിലുള്ള 2 വജ്രായുധങ്ങൾ പുറത്തെടുത്തു. ഒന്ന് വാക്മാൻ, 2 സൈബർ ഷോട്ട്. സോണിയുടെ വാക്മാൻ കാസറ്റ് പ്ലെയറുകൾ ലോക പ്രശസ്തമായിരുന്നു. ആ പേര് അവർ ഫോണിലേക്ക് കൊണ്ടുവന്നു. W സീരീസ് ഫോണുകൾ ഇറക്കി. W800 എന്ന ഫോൺ, ഓറഞ്ചും വെള്ളയും നിറമുള്ള ആ ഫോൺ. അതിൽ പാട്ട് കേൾക്കാൻ പ്രത്യേക ബട്ടൺ ഉണ്ടായിരുന്നു. നല്ല നിലവാരമുള്ള ഹെഡ്സെറ്റുകൾ അവർ നൽകി. യുവാക്കൾക്കിടയിൽ ഇത് തരംഗമായി. ബസ്സിൽ പോകുമ്പോഴും നടക്കുമ്പോഴും പാട്ട് കേൾക്കാൻ എല്ലാവരും സോണി എറിക്സൺ വാക്മാൻ ഫോൺ ആഗ്രഹിച്ചു. നോക്കിയയ്ക്ക് ഇതിന് മറുപടിയില്ലായിരുന്നു. അടുത്തത് ക്യാമറയുടെ ഊഴമായിരുന്നു. സോണിയുടെ ക്യാമറ ബ്രാൻഡ് ആയിരുന്നു സൈബർ ഷോട്ട്. K സീരീസ് ഫോണുകളിലൂടെ അവർ ഇത് അവതരിപ്പിച്ചു. K750, K800 എന്നീ ഫോണുകൾ ചരിത്രം കുറിച്ചു. K800 ഫോണിൽ സെനോൺ ഫ്ലാഷ് ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ക്യാമറയ്ക്ക് തുല്യമായ ഫോട്ടോകൾ ഇതിൽ കിട്ടുമായിരുന്നു. ലെൻസ് സംരക്ഷിക്കാൻ ഒരു കവർ ഉണ്ടായിരുന്നു. അത് നീക്കിയാൽ ക്യാമറ ഓൺ ആകും. എത്ര ലളിതവും മനോഹരവുമായ വിദ്യ! ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർ സോണി എറിക്സൺ തേടിപ്പിടിച്ചു വാങ്ങി. അങ്ങനെ നോക്കിയയ്ക്കും മോട്ടറോളയ്ക്കും ശേഷം ലോകത്തെ 3ാമത്തെ വലിയ ഫോൺ കമ്പനിയായി സോണി എറിക്സൺ മാറി. ഡിസൈനിലും ഫീച്ചറുകളിലും അവർ രാജാക്കന്മാരായി. ജോയ്സ്റ്റിക് ഉപയോഗിച്ചുള്ള നാവിഗേഷൻ അവരുടെ പ്രത്യേകതയായിരുന്നു. പക്ഷേ ഈ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. 2007 ആപ്പിൾ കമ്പനി ഐഫോൺ പുറത്തിറക്കി. അത് മൊബൈൽ ഫോൺ ലോകത്തെ മാറ്റിമറിച്ചു. അതുവരെ ഫോൺ എന്നാൽ ബട്ടണുകളുള്ള ഒന്നായിരുന്നു. എന്നാൽ ഐഫോൺ മുഴുവനായും ടച്ച് സ്ക്രീൻ ആയിരുന്നു. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരുന്നു. സോണി എറിക്സൺ ഇതിനെ ഗൗരവമായി കണ്ടില്ല. ടച്ച് സ്ക്രീൻ ഫോണുകൾക്ക് വലിയ ആയുസില്ലെന്ന് അവർ വിചാരിച്ചു. നല്ല ക്യാമറയും മ്യൂസിക് പ്ലെയറും ഉണ്ടെങ്കിൽ ആളുകൾ ഫോൺ വാങ്ങുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷെ ജനങ്ങളുടെ അഭിരുചി മാറിയിരുന്നു. അവർക്ക് സ്മാർട്ട് ഫോണുകൾ മതിയായിരുന്നു. വലിയ സ്ക്രീനിൽ വീഡിയോ കാണാനും ഗെയിം കളിക്കാനും അവർ ആഗ്രഹിച്ചു. നോക്കിയയും ഇതേ അബദ്ധം കാണിച്ചു. സോണി എറിക്സണും നോക്കിയയും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വൈകി. ഐഫോൺ വന്നപ്പോൾ സോണി എറിക്സൺ അവരുടെ പഴയ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ കടിച്ചു തൂങ്ങി. അത് ഉപയോഗിക്കാൻ ഐഫോണിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു.
ഗൂഗിൾ ആൻഡ്രോയിഡ് കൊണ്ടുവന്നപ്പോൾ സാംസങ് പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്തു. അവർ ഗാലക്സി ഫോണുകൾ ഇറക്കി. എന്നാൽ സോണി എറിക്സൺ അപ്പോഴും സംശയത്തിലായിരുന്നു. അവർ വിൻഡോസ് മൊബൈൽ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരീക്ഷിച്ചു. എക്സ്പീരിയ X1 എന്ന ഫോൺ ഇറക്കി. അത് നല്ല ഫോണായിരുന്നു, എങ്കിലും വിൻഡോസ് ഉപയോഗിക്കാൻ പാടായിരുന്നു. ഒടുവിൽ 2010 അവർ ആൻഡ്രോയിഡിലേക്ക് മാറി. എക്സ്പീരിയ X10 എന്ന ഫോൺ ഇറക്കി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സാംസങ് വിപണി പിടിച്ചടക്കിയിരുന്നു. മാത്രമല്ല, സോണി എറിക്സൺ ഉപയോഗിച്ച ആൻഡ്രോയിഡ് പതിപ്പ് പഴയതായിരുന്നു. അവർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നൽകാൻ കഴിഞ്ഞില്ല. ഇത് ഉപഭോക്താക്കളെ ദേഷ്യം പിടിപ്പിച്ചു. കൂടാതെ അവരുടെ ഫോണുകൾക്ക് വലിയ വിലയായിരുന്നു. സാംസങ് കുറഞ്ഞ വിലയ്ക്ക് നല്ല ഫോണുകൾ നൽകി. സോണി എറിക്സൺ പ്രീമിയം ഫോണുകളിൽ മാത്രം ശ്രദ്ധിച്ചു. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ സ്മാർട്ട് ഫോണുകൾ അവർക്ക് കുറവായിരുന്നു. തുടർച്ചയായ നഷ്ടങ്ങൾ കാരണം സോണിയും എറിക്സണും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എറിക്സൺ കമ്പനിക്ക് ഫോൺ നിർമ്മാണത്തിൽ താല്പര്യം കുറഞ്ഞു. അവർക്ക് അവരുടെ പഴയ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ശ്രദ്ധിക്കാനായിരുന്നു ഇഷ്ടം. സോണിക്കാണെങ്കിൽ ഫോൺ വിപണിയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുണ്ടായിരുന്നു. സോണിയുടെ ടിവിയും കമ്പ്യൂട്ടറും എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു ഫോൺ അവർക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ 2011 ഒരു വലിയ തീരുമാനമുണ്ടായി. സോണി എറിക്സണിലെ എറിക്സണിന്റെ ഓഹരികൾ വാങ്ങാൻ സോണി തീരുമാനിച്ചു. ഏകദേശം 900 കോടി രൂപ നൽകിയാണ് സോണി അത് വാങ്ങിയത്. 2012 ഫെബ്രുവരി മാസത്തിൽ ആ നടപടികൾ പൂർത്തിയായി. അതോടെ സോണി എറിക്സൺ എന്ന ബ്രാൻഡ് മരിച്ചു. ആ പച്ച ലോഗോ ഇല്ലാതായി. പകരം സോണി എന്ന് മാത്രമായി. അവരുടെ ഫോണുകൾ സോണി എക്സ്പീരിയ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ 10 വർഷത്തോളം ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കൂട്ടുകെട്ട് അവസാനിച്ചു. എറിക്സൺ തിരികെ അവരുടെ സാങ്കേതിക ലോകത്തിലേക്ക് പോയി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 4G 5G നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവർ. ഫോൺ നിർമ്മാണം അവർ പൂർണ്ണമായും വിട്ടു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സോണി എറിക്സണിന്റെ പരാജയത്തിന് പ്രധാനമായും 3 കാരണങ്ങൾ പറയാം. ഒന്ന്, മാറ്റങ്ങൾ വൈകി തിരിച്ചറിഞ്ഞു. ടച്ച് സ്ക്രീൻ വിപ്ലവം നടന്നപ്പോൾ അവർ പഴയ കീപാഡ് ഫോണുകളിൽ തന്നെ നിന്നു. ഐഫോൺ ഉണ്ടാക്കിയ തരംഗം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ. ഹാർഡ്വെയറിൽ അവർ പുലികളായിരുന്നു. ക്യാമറയും സ്പീക്കറും എല്ലാം മികച്ചതായിരുന്നു. പക്ഷേ ഫോണിന്റെ ഉള്ളിലെ സോഫ്റ്റ്വെയർ പലപ്പോഴും മോശമായിരുന്നു. സിംബിയൻ, വിൻഡോസ്, ആൻഡ്രോയിഡ് എന്നിങ്ങനെ പലതും മാറി മാറി പരീക്ഷിച്ചത് തിരിച്ചടിയായി. 3, അമിതമായ ആത്മവിശ്വാസം. വാക്മാനും സൈബർ ഷോട്ടും എന്നും വിജയിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ഒരു ഫോണിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് പ്രത്യേക മ്യൂസിക് ഫോണിന്റെ ആവശ്യം ഇല്ലാതായി. ഇന്ന് സോണി സ്വന്തമായി ഫോണുകൾ ഇറക്കുന്നുണ്ട്. സോണി എക്സ്പീരിയ സീരീസ് ഇന്നും വിപണിയിലുണ്ട്. പക്ഷേ അവർക്ക് പഴയ പ്രതാപമില്ല. വിപണിയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ അവർക്കുള്ളൂ. എങ്കിലും സിനിമാ നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്ന ക്യാമറ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ വില കൂടിയ പ്രൊഫഷണൽ ഫോണുകൾ അവർ ഉണ്ടാക്കുന്നു. നമ്മൾ പഴയ സോണി എറിക്സൺ ഫോണുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ അനുഭവപ്പെടും. ജോയ്സ്റ്റിക് അനക്കി ഗെയിം കളിച്ചതും വാക്മാൻ ബട്ടൺ അമർത്തി പാട്ട് കേട്ടതും ഷട്ടർ നീക്കി ഫോട്ടോ എടുത്തതുമെല്ലാം നല്ല ഓർമ്മകളാണ്. ഒരു കാലഘട്ടത്തിന്റെ അടയാളമായിരുന്നു അത്. സോണി എറിക്സണിന്റെ കഥ ബിസിനസ് ലോകത്തിന് ഒരു പാഠമാണ്. എത്ര വലിയ കമ്പനി ആയാലും കാലത്തിനൊത്ത് മാറിയില്ലെങ്കിൽ വീണുപോകും. നോക്കിയയ്ക്കും സോണി എറിക്സണും സംഭവിച്ചത് അതാണ്. പക്ഷേ അവർ നമുക്ക് തന്ന സാങ്കേതിക വിദ്യകൾ വലുതാണ്. ബ്ലൂടൂത്ത് പോലെയുള്ള പല കാര്യങ്ങളും ജനകീയമാക്കിയത് അവരായിരുന്നു. ആ പച്ച ബോളും സോണി എറിക്സൺ എന്ന പേരും ചരിത്രത്തിന്റെ ഭാഗമായി. എന്നാൽ മൊബൈൽ ഫോണിനെ വെറും ഒരു സംസാരിക്കുന്ന ഉപകരണം എന്നതിലുപരി വിനോദത്തിനുള്ള ഉപാധിയായി മാറ്റിയത് അവരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം.